2026 ജൂലൈ 14 സിറാജ് എഡിറ്റോറിയൽ. കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് പ്രത്യേക ബെഞ്ചുകൾ. ഇന്ത്യൻ ന്യായവ്യവസ്ഥ നേരിടുന്ന കടുത്ത വെല്ലുവിളിയാണ് കെട്ടിക്കിടക്കുന്ന കേസുകളുടെ ബാഹുല്യവും കേസുകൾ വിചാരണാ നടപടികൾക്ക് വിധേയമാകാതെ അനന്തമായി നീണ്ടുപോകുന്ന സ്ഥിതിവിശേഷവും. ഇതിനൊരു പരിഹാരം വേണമെന്ന ആവശ്യം നിയമരംഗത്ത് അടിക്കടി ഉയരാറുണ്ടെങ്കിലും പ്രശ്നം പരിഹൃതമാകാതെ തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ഏറ്റവും കാലപ്പഴക്കമുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് 4 പ്രത്യേക ഡിവിഷൻ ബെഞ്ചുകൾ രൂപവൽക്കരിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ തീരുമാനം ശ്രദ്ധേയമാകുന്നത്. ഒരു ബെഞ്ചിന് 200 കേസുകൾ എന്ന കണക്കിൽ 800 കേസുകളായിരിക്കും ഇവ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡിന്റെ NJDG കണക്ക് പ്രകാരം 95,000 കേസുകളാണ് സുപ്രീം കോടതിയിൽ മാത്രം വിധി കാത്തുകിടക്കുന്നത്. രാജ്യത്തെ മൊത്തം കോടതികളിൽ തീർപ്പാക്കാതെ കിടക്കുന്ന കേസുകളുടെ എണ്ണം 5 കോടിയിലധികം വരും. ഇവയിൽ വലിയൊരു വിഭാഗം ദശാബ്ദങ്ങളുടെ പഴക്കമുള്ളവയാണ്. ഒരു സാധാരണ പൗരൻ ഭൂമി, തൊഴിൽ തർക്കങ്ങളിലോ കുടുംബവഴക്കിലോ പരിഹാരം തേടി കോടതികളെ സമീപിച്ചാൽ അന്തിമ വിധി ലഭിക്കാൻ പലപ്പോഴും പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരുന്നു. കേസ് കൊടുത്ത വ്യക്തി മരിച്ച ശേഷം അനന്തരാവകാശികൾക്ക് വിധി ലഭിച്ച സംഭവവും അപൂർവമല്ല. ഇത്തരം നീതി ആർക്കാണ് പ്രയോജനം ചെയ്യുക? നീതിയുടെ കാലതാമസം നീതി നിഷേധത്തിന് തുല്യമെന്ന പ്രമാണം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ. നിയമപരമായ പ്രശ്നം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവും മാനുഷികവുമായ പ്രതിസന്ധി കൂടി സൃഷ്ടിക്കുന്നു കേസുകൾ തീർപ്പാക്കുന്നതിൽ വരുന്ന കാലതാമസം. കക്ഷികളായ കുടുംബങ്ങളുടെ സാമ്പത്തിക തകർച്ചയ്ക്കും വ്യാപാര തർക്ക കേസുകളിൽ നിക്ഷേപം നഷ്ടപ്പെടാനും ഇതിടയാക്കുന്നു. മറ്റൊരു വശത്ത് നിരപരാധികളായ പ്രതികൾ പോലും സമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റവാളികളായും കേസ് നടത്തിപ്പിൻ്റെ ഭാരം ചുമന്നും ജീവിക്കേണ്ടി വരുന്നു. അതേസമയം സുപ്രീം കോടതിയിൽ 4 പ്രത്യേക ബെഞ്ചുകൾ രൂപവൽക്കരിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹൃതമാകുകയില്ല. ഹൈക്കോടതികളിലും കീഴ്ക്കോടതികളിലും വൻതോതിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾക്കും പരിഹാരം കാണേണ്ടതുണ്ട്. ജഡ്ജിമാരുടെ ഒഴിവുകൾ നികത്തുകയും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുകയുമാണ് ഇതിനാദ്യമായി വേണ്ടത്. മിക്ക കോടതികളിലും നികത്തപ്പെടാതെ കിടക്കുന്ന ന്യായാധിപരുടെ ഒഴിവുകൾ നിരവധിയാണ്. ഇതുമൂലം ഇതര രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ജഡ്ജിമാർക്ക് കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇന്ത്യയിൽ 10 ലക്ഷം പേർക്ക് 15 മുതൽ 21 ജഡ്ജിമാർ വരെയാണുള്ളത്. അമേരിക്കയിൽ 10 ലക്ഷം പേർക്ക് 100-150 ജഡ്ജിമാരും UK-യിൽ 220 ജഡ്ജിമാർ വരെയുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് മറ്റൊരു മുഖ്യ പ്രശ്നം. നിരവധി ജില്ലാ കോടതികളിൽ ആവശ്യമായ മുറികളും ജീവനക്കാരുമില്ല. ഡിജിറ്റൽ സംവിധാനവും കുറവാണ്. സാക്ഷികളെ ഹാജരാക്കുന്നതിലും രേഖകൾ ഹാജരാക്കുന്നതിലും വരുന്ന കാലതാമസവും വിചാരണ നീളാൻ ഇടയാക്കുന്നു. കേസുകൾ മാറ്റിവെക്കുന്ന പ്രവണതയാണ് മറ്റൊരു പ്രശ്നം. കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി മാറ്റിവെക്കുന്ന പ്രവണത അഭിഭാഷകർക്കിടയിൽ വ്യാപകമാണ്. മുതിർന്ന പല അഭിഭാഷകരും ഒരേ സമയം പല കോടതികളിലെയും കേസുകൾ ഏറ്റെടുക്കും. ഒന്നിൽ വാദം കേൾക്കുമ്പോൾ മറ്റേ കോടതിയിലെ കേസുകൾ മാറ്റിവെപ്പിക്കും. കേസ് മാറ്റിവെച്ചാലും ഓരോ സിറ്റിങ്ങിനും കക്ഷിയിൽ നിന്ന് ഫീസ് ഈടാക്കുകയും ചെയ്യും. കേസ് മാനേജ്മെൻറ്റ് കാര്യക്ഷമമാക്കുകയും അനാവശ്യ മാറ്റിവെക്കലുകൾക്ക് അറുതി വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. സർക്കാരിനും വലിയ പങ്കുണ്ട് കോടതികളിൽ കേസുകൾ കുന്നുകൂടുന്നതിൽ. സർക്കാരാണ് രാജ്യത്തെ ഏറ്റവും വലിയ കോടതി വ്യവഹാരി. നീതിന്യായ വ്യവസ്ഥയുടെ ഭാരം അനാവശ്യമായി വർദ്ധിപ്പിക്കുന്നത് സർക്കാരുകളാണെന്ന് സുപ്രീം കോടതി തന്നെ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ലക്ഷക്കണക്കിന് കേസുകളാണ് കോടതികളിലുള്ളത്. പലപ്പോഴും കീഴ്ക്കോടതികളിലെ വിധി യാന്ത്രികമായി അപ്പീൽ ചെയ്യുന്നതാണ് പതിവ്. നീതിന്യായ ഡാറ്റകൾ പ്രകാരം രാജ്യത്തെ കോടതികളിലെ ആകെ കേസുകളിൽ 40 മുതൽ 50% വരെ എണ്ണത്തിൽ ഒരു കക്ഷി കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആണ്. ഇത്തരം അപ്പീലുകൾ യഥാർത്ഥത്തിൽ ആവശ്യമാണോ എന്ന് ഓരോ വകുപ്പും സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. അനാവശ്യ സർക്കാർ വ്യവഹാരങ്ങൾ കുറയ്ക്കാനായാൽ കോടതികളുടെ ഭാരം വലിയൊരളവോളം കുറയും. പഴയ കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ സ്വാഗതാർഹമാണെങ്കിലും അത് കേസ് നടത്തിപ്പിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കരുത്.
ഓരോ കേസിനും ആവശ്യമായ നിയമപരമായ സൂക്ഷ്മ പരിശോധനയും കക്ഷികളുടെ വാദങ്ങൾ കേൾക്കാനുള്ള അവസരവും നഷ്ടപ്പെടാൻ പാടില്ല. പഴയ കേസുകളാകുമ്പോൾ വസ്തുതകളും തെളിവുകളും പരിശോധിക്കാൻ കൂടുതൽ സമയവും ശ്രദ്ധയും ആവശ്യമായി വരും. ഗുണനിലവാരമുള്ള വിധികളും ഭരണഘടനാപരമായ വ്യക്തതയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ യഥാർത്ഥ അളവുകോൽ. ചീഫ് ജസ്റ്റിസിൻ്റെ പുതിയ പരീക്ഷണം വിജയകരമാകുന്നത് കേസ് നടത്തിപ്പിലെ വേഗതയ്ക്കൊപ്പം ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ പാലിക്കപ്പെടുമ്പോൾ മാത്രമായിരിക്കും. തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം മാത്രമാകരുത് കോടതികളുടെ കാര്യക്ഷമതയ്ക്കുള്ള മാനദണ്ഡം.